ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച് നടന്ന ക്വട്ടേഷൻ തലവൻ അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടിച്ചു. അറസ്റ്റ് കണ്ണൂർ നഗരത്തിൽ നിന്ന് പുലർച്ചെ 2:30-ഓടെ. പോലീസ് വളഞ്ഞിട്ട് അകത്താക്കിയത് അഭിഭാഷകയെ കാണാൻ എത്തിയപ്പോൾ പോലീസ് വലയിലാക്കി. ഒളിവിൽ കഴിയാൻ സഹായിച്ച 11 പേരും അറസ്റ്റിൽ. വടകര ലഹരിക്കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. കീർത്തനയുടെ അക്കൗണ്ടിലൂടെ 5 മാസത്തിനിടെ 15 ലക്ഷത്തിന്റെ ഇടപാടുകൾ നടന്നു. മറ്റു പ്രതികളെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. നിരവധി കേസുകളിൽ ഇവർക്ക് ബന്ധം. KSRTC ജീവനക്കാരന് മരണത്തിനിടയാക്കിയ ബംഗളൂരു സൂപ്പർ ഡീലക്സ് അപകടത്തിന് കാരണം ഗുരുതരമായ അനാസ്ഥ. മരിച്ച മിഥിലേഷിന് വേണ്ടത്ര ഡ്രൈവിംഗ് പരിചയമില്ലെന്ന് സൂചന. ജീവനക്കാർക്ക് മതിയായ വിശ്രമവും കിട്ടിയിരുന്നില്ല. മരിച്ച മിഥിലേഷിന്റെയും അരുണിന്റെയും മൃതദേഹങ്ങൾ ഇന്നെത്തിക്കും. മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക്. നീണ്ടകരയിലെ ഗൗതമിനെ കണ്ടെത്താൻ സ്കൂബ ഡൈവിംഗ് സംഘം ഇന്നെത്തി പരിശോധന നടത്തുക കാലാവസ്ഥ പരിഗണിച്ച്. ജോണിനെ കണ്ടെത്താത്തതിൽ മുതലപ്പുഴയിൽ കടുത്ത പ്രതിഷേധവും തുടരുന്നു. ക്ഷേമ പദ്ധതിക്കായി 15 കോടി അനുവദിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് എൻഡോസൾഫാൻ ദുരിത ബാധിതർ. മുടങ്ങിക്കിടക്കുന്ന മരുന്നും ചികിത്സാ പുനരധിവാസ സഹായങ്ങളും ഉടൻ നടപ്പാക്കണമെന്ന് പീഡിത ജനകീയ മുന്നണി. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ സമരസമിതി. ക്ഷേമ പദ്ധതികൾക്കായി പണം അനുവദിച്ചത് സാമൂഹിക നീതി വകുപ്പ്. ഉപാധികൾ അമേരിക്ക അംഗീകരിക്കാത്തിടത്തോളം കാലം ഹോർമൂസ് തുറക്കില്ലെന്ന് ഇറാൻ. ഹോർമൂസ് തുറക്കലും ഒമാൻ മധ്യസ്ഥതയിലെ അനുനയ നീക്കങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നും IRGC പ്രഖ്യാപനം. ഇറാന് യുദ്ധവുമായി അധികം മുന്നോട്ട് പോകാനാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്.